ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ന്യൂ മിനി വ്ളോഗ്. ടൈം മോർണിംഗ് 4:52 ആയിട്ടുണ്ട്. ഭയങ്കര ഇരുട്ടാണ് പുറത്ത്. നമ്മൾ ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ മാർച്ച് 29 സൺഡേ ആണ്. വാക്കരോൻ്റെ 2026 വാക്കത്തോണിന് പോവുകയാണ്. നമ്മൾ രാവിലെ എണീറ്റു. ഇനി ഫ്രഷ് ആക്കണം. നമുക്ക് അവരൊരു കിറ്റ് തന്നിട്ടുണ്ട്. ഒരു ടീഷർട്ട് ഉണ്ട് അതിനകത്ത്, പിന്നെ ഒരു ബിബ് ഉണ്ട്, പിന്നെ ഒരു ഡെർമഡോക്ടറിൻ്റെ സൺസ്ക്രീനും ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഫ്രഷ് ആകണം. ഫ്രഷ് ആയിട്ട് നമുക്ക് ടീഷർട്ടൊക്കെ ഇടണം. ഓക്കെ, അപ്പോൾ നമ്മൾ ടീഷർട്ടൊക്കെ ഇട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കളറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റായിട്ടോ ഇറങ്ങാനായിട്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇപ്പോൾ കൊച്ചിയിൽ ഭയങ്കര ചൂടല്ലേ പകലൊക്കെ. അപ്പോൾ ഈ ടൈം നല്ല തണുത്ത് കിടക്കുവാണ്. കാരണം ഇന്നലെ വൈകിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു നല്ല തണുപ്പുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ടൈമിൽ. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. പിന്നെ ഇങ്ങനൊരു പരിപാടി ആയതുകൊണ്ടിട്ട് ഈ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് എണീറ്റതാണ് കേട്ടോ. നമുക്ക് 6 മണിക്കാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അതായത് 10 കിലോമീറ്ററിൻ്റെ വാക്കത്തോൺ നമ്മൾ 6 മണിക്കും പിന്നെ 6:30-ക്ക് 5 കിലോമീറ്ററിൻ്റെ ആണ് ഉള്ളത്. ഓക്കെ, എനിക്ക് രാവിലെ കിടന്നുറങ്ങാനാണ് പൊതുവേ ഇഷ്ടം. പക്ഷേ നമുക്ക് നമ്മുടെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പം ഒരു തവണ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും. നമുക്കൊരു എക്സസൈസ് ആയിരിക്കും, ഹെൽത്തി ആകും. ഓക്കെ, പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു നമ്മുടെ ഒരു സോഷ്യൽ കോസും കൂടെ അല്ലേ. ഓക്കെ, അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മൾ അവിടെ ഒരു 5:57 ഒരു 5:45 എത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 5:45 കഴിഞ്ഞു. ഒരു 5:57 എത്തിയപ്പോൾ നമ്മളവിടെ എത്തി. ഓക്കെ, അപ്പോൾ ഇനി ഏകദേശം കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫ്ലാഗ് ഓഫ് ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞാൽ ഒത്തിരി പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 6000-ൽ പുറത്ത് പേര് ഈ ഒരു ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ചെന്നപ്പോൾ നമ്മളൊന്ന് എനർജറ്റിക്കൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് സൂംബയൊക്കെ ഉണ്ടായിരുന്നു. അത് പൊളിയായിരുന്നു. ആദ്യം ഞാനും മടിച്ചൊക്കെ നിന്നു. പിന്നെ ഞാനും കൂടെ കളിച്ചു തുടങ്ങി. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു അത്ഭുതമായിട്ടാണ് കേട്ടോ തോന്നിയത്. ഇത്ര രാവിലെയൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു റെസ്പെക്റ്റ് തോന്നും എല്ലാവരുടെ അടുത്തും. അങ്ങനെ 6 മണിക്ക് ആൻസറിന് 10 കിലോമീറ്ററിനുള്ള വാക്കത്തോണ്ട് അവൻ പോയി. പിന്നെ എനിക്ക് 6:30-ക്കായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് അവരുടെ കൂടെ സൂംബ പ്രാക്ടീസ് ചെയ്തു. പിന്നെ എനിക്കവിടെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിന്നത് കൊണ്ടിട്ട് തന്നെ അവിടെ വന്ന് 2 ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി. അവരും ഇതുപോലെ എന്നെപ്പോലെ ബോറടിച്ച് നിന്നപ്പോൾ അവരിവിടെ വന്നിട്ട് പരിചയപ്പെട്ടതായിരുന്നു. പക്ഷെ നല്ല 2 ഫ്രണ്ട്സായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലാഗ് ഓഫ് ഒക്കെ കഴിഞ്ഞു. ആക്ച്വലി നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങി. കാരണം ഞാൻ ആകെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് വന്നത്. കാരണം ഈ 5 കിലോമീറ്റർ എന്നെ കൊണ്ട് നടക്കാൻ പറ്റുമോ എന്നാലും ഇത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ 3 പേരും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ള സുഹൃത്തുക്കളെ പോലെയായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. കാഴ്ചകളൊക്കെ കൊണ്ട് നടന്നപ്പോൾ 5 കിലോമീറ്റർ പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റിഫ്രഷ് ചെയ്യാനായിട്ട് ഇവർ വാട്ടറൊക്കെ തരും. പിന്നെ വീണ്ടും നമ്മൾ കഥകളൊക്കെ പറഞ്ഞ് നടക്കും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ കാണാൻ പ്രകൃതി എന്ത് ഭംഗിയാണല്ലേ. ഭയങ്കര സുന്ദരിയായിട്ട് തോന്നി. അറ്റ് ലാസ്റ്റ് നമ്മൾ നടന്ന് ഫിനിഷിംഗ് പോയിന്റിലെത്തി. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്കൊരു 5 കിലോമീറ്റർ നടക്കാൻ പറ്റുമെന്ന്. അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിനകത്ത് ഭയങ്കര സന്തോഷം തോന്നി. ചിലപ്പോൾ എല്ലാവർക്കും ഇതത്ര ടഫായിട്ടുള്ളൊരു കാര്യമല്ലായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കൊരു 5 കിലോമീറ്റർ നടക്കാമെന്നുള്ളത് ഭയങ്കര, ഞാനിവിടെ വരുന്നതിന് മുന്നേ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ അതൊക്കെ മാറി. കാരണം നമ്മൾ ഇങ്ങനെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വന്നതുകൊണ്ടിട്ടായിരിക്കാം എനിക്ക് അത്രയും ദൂരം നടന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. നമുക്ക് ഇഡലിയും സാമ്പാറും പിന്നെ ബോയിൽ ചെയ്ത് പഴവും ഉണ്ടായിരുന്നു, കോഫി ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ സൂചി ഭയങ്കര തിരക്കായിരുന്നു. സൂചി കുത്താൻ പോലൊരു സ്ഥലമില്ലായിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട് മാറുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് മെഡലൊക്കെ കിട്ടി. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനൊരു പോരാളി പോലെ അതൊക്കെ ഇട്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് നടന്നത്. പിന്നെ ഇത് കണ്ടോ, ഇവന് നമ്മുടെ 5 കിലോമീറ്റർ വാക്കത്തോണിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഡെർമഡോക്ടറിൻ്റെ എന്തോ ഫ്രീ ആയിട്ടുള്ള
എന്തോ ഒരു ഗെയിം പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ക്യൂ ആണിത്. പിന്നെ അപ്പുറത്ത് നമ്മുടെ ക്ലോസിങ് സെറമണി നടക്കുവാണ്. അപ്പോൾ നമ്മുടെ കളക്ട് ചെയ്ത ഫണ്ട് നമ്മൾ ക്യാൻസർ സെൻറ്ററിലോട്ട് അവർ കൊടുത്തു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ കാരണം ഒരാൾക്കെങ്കിലും ലൈഫിലോട്ട് ഒരു ഹെൽപ്പ് ആവുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. അപ്പോൾ അതെനിക്ക് അതിൻ്റെ കൂടെ ഒന്ന് പാട്ടാവാൻ പറ്റിയതിനകത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ക്ലോസിങ് സെറമണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. താങ്ക്